ലസിത പാലക്കൽ അമ്മായിക്ക് ഓരോത്തിനുള്ള മറുപടി കൊടുക്കാൻ നിൽക്കുകയാണ്. അമ്മായിയുടെ ഓരോ ദിവസത്തെ കണ്ടന്റ് ഞാനാട്ടോ. നിങ്ങൾക്ക് അമ്മായിയുടെ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം. ദിവസം ഒരു 3 വീഡിയോ എങ്കിലും ജസ്ന സലീം എന്ന് പറഞ്ഞിടും. കാരണം തള്ളച്ചിക്കറിയാം, വേറെ എന്തൊരു കാര്യം പറഞ്ഞിട്ടാലും 10 പേര് കാണൂല. എൻ്റെ പേര് തള്ളച്ചി, നിനക്ക് എൻ്റെ പേര് യൂസ് ചെയ്യേണ്ടി വന്നില്ലേ യൂട്യൂബിൻ്റെ അകത്ത് റീച്ച് കിട്ടണമെങ്കിൽ? ഇനി പോട്ടെ, ഇത് തള്ളച്ചിക്കുള്ള അവസാന വീഡിയോ ആണ്. ജസ്ന സലീമിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള അവസാന വീഡിയോ ആണ്. തള്ളച്ചി കുറേ കാലമായില്ലേ തള്ളച്ചിയെ വെല്ലുവിളിക്കുന്നത്. 10 പേരുടെ മുമ്പിൽ വെച്ച് വരയ്ക്കാവുന്നു. വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാം. 10 അല്ല 100 പേരുടെ മുമ്പിൽ നമുക്കൊരു പ്രസ് മീറ്റ് നടത്തിയിട്ട് തന്നെ അത് ചിത്രം വരയ്ക്കാം നമുക്ക്. അപ്പം അതിനുള്ള എല്ലാ വകുപ്പും അമ്മായി നോക്കിക്കോളി. എവിടെയാ സ്ഥലം, എങ്ങനെ വേണം, പേപ്പറിൽ വേണോ അക്രലിക് ഷീറ്റിൽ വേണോ ഒക്കെ അമ്മായി തീരുമാനിച്ചോളൂ. ജസ്ന സലീം റെഡിയാണ്. പിന്നെ ഈ വരപ്പിക്കാനും വരുന്ന സമയത്ത് ഒരു കാര്യവും കൂടി, ഈ ചലഞ്ച് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അരുൺ ഇന്നലെ നിനക്കൊരു ചലഞ്ച് തന്നു, ഒരു ഹീൽസ് ഇടാൻ. കാരണം എന്നെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാം. ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്ന ഇമിറ്റേറ്റ് ചെയ്യും, ഞാൻ റീലിടുന്ന ഇമിറ്റേറ്റ് ചെയ്യും, ഞാനിടുന്ന കോസ്റ്റ്യൂം ഇമിറ്റേറ്റ് ചെയ്യും, ഞാൻ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീക്ക് അരുൺ ഇന്നലെ കൊടുത്തൊരു ചലഞ്ചായിരുന്നു, ഹീൽസ് ഉള്ള ഒരു ചെരുപ്പിട്ടിട്ട് ഒരു ക്യാറ്റ് വാക്ക് നടന്നാൽ മതി. അതായിരുന്നു അരുൺ കൊടുത്തത്. അതിനമ്മച്ചി പണ്ടങ്ങാണ്ടോ ഹീൽസ് ഇട്ടുകൊണ്ട് നടക്കാറായിരുന്നു പോലും. അപ്പോൾ ഇപ്പോൾ അമ്മച്ചിക്ക് താല്പര്യമല്ലാന്ന്, കാരണം നടുവെട്ടു എന്നുള്ളത് അറിയാവേ. അപ്പോൾ അത് പോട്ടെ, അരുണിൻ്റെ ചലഞ്ച് അമ്മച്ചി ഏറ്റെടുത്തില്ല. അമ്മച്ചിയുടെ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുക. അമ്മച്ചി പറയുന്ന സ്ഥലത്ത് പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വരച്ചു തരാൻ തയ്യാറാണ്. പക്ഷേ വരുന്ന സമയത്ത് ഞാനേതോ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അമ്മായിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊന്ന് ചത്തുപോയ അമ്മായിയുടെ അച്ഛനാണെന്ന് എനിക്കറിയാം. 18 വേണ്ട 17 ഡീറ്റെയിൽ എടുക്കണം. കാരണം ഒന്ന് ഈ അമ്മായിയുടെ ചത്തുപോയ തന്തയായിരുന്നു. അതുകൊണ്ട് 17 ആൾക്കാരുടെ പേരിൽ ഞാൻ പീഡന കേസ് കൊടുത്തതിൻ്റെ സകല ഡീറ്റെയിലും ഈ അമ്മായിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് അമ്മായി വരുന്നോളൂ. എവിടെയാ സ്ഥലം നന്നായി തീരുമാനിച്ചോളൂ. ആരാ, എന്താ പേപ്പറിലാണോ, ഇനി ചുമരിലാണോ, നിലത്താണോ, ഇനി എന്താ പറയുക പ്ലാവിലയിലാണോ, എന്ത് വേണേ അമ്മായിക്ക് തീരുമാനിക്കാം. ചലഞ്ചിന് ഞാൻ റെഡി. വരച്ച് കാണിച്ചാൽ പോരെ? സമ്മതം. അപ്പം അമ്മായിയുടെ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു. കുറേ കാലമായില്ലേ എന്നോട് പറയുന്നു 10 പേരുടെ മുമ്പിൽ വെച്ച് വരയ്ക്കാൻ. സമ്മതം. അപ്പോൾ അതോടൊപ്പം വരയ്ക്കാൻ വരുന്ന സമയത്ത് ഈ 18ഓളം ആൾക്കാരുടെ പേരിൽ ഞാൻ കൊടുത്ത പീഡന കേസിൻ്റെ 17 ആൾക്കാരുടെ ഡീറ്റെയിലും FIRൻ്റെ കോപ്പിയും കൂടി കൊണ്ടുവരണം. എന്നാൽ നമുക്ക് നാളെ തന്നെ വരയ്ക്കാം. വേണ്ട, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വരയ്ക്കാം. ഏറ്റെടുക്കുക. പിന്നെ ആ വരച്ച അമ്മായിയുടെ മോനോട് പറ, കൈ നല്ലോണം വഴങ്ങാനുണ്ട് എന്ന്. എപ്പോഴെങ്കിലും വരച്ചു നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും പ്രിയ അല്ല വരച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പ്രിയ വരച്ചത് ഞാൻ അക്കൗണ്ട് തപ്പിയപ്പോൾ പ്രിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അമ്മായിനെക്കാട്ടിലും റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് ആ പ്രിയ തള്ളനോട്. കാരണം എന്താണെന്നറിയോ, അമ്മായി ദിവസം 10 വീഡിയോ ഇട്ട് എന്നെ റീച്ചാക്കി എന്നിലൂടെ പൈസ ഉണ്ടാക്കുമ്പം ആ പെണ്ണുങ്ങൾക്ക് ഇതിനോട് ആ പെണ്ണുങ്ങൾക്ക് താങ്കളെപ്പോലെ നിന്നെപ്പോലെ ദിവസം ഒരു 10 വീഡിയോ എൻ്റേത് ഇട്ടാൽ മതി. ആ പെണ്ണുങ്ങളേലും ആകെ റീച്ച്, ഈ അമ്മായിയുടെ വീഡിയോസിലാണെങ്കിൽ പോലും ആകെ റീച്ച് കിട്ടിയിട്ടുണ്ട് ജസ്ന സലീം എന്നുള്ള ഹാഷ്ടാഗ് കൊടുത്തിട്ടാണ്. അപ്പോൾ പ്രിയ അമ്മച്ചിക്കും അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ പ്രിയ അമ്മച്ചി കഷ്ടപ്പെട്ട് നോക്കൂ ഒരു വീട് എന്ന് പറയാൻ പോകുന്നുണ്ട്. ആ തള്ളച്ചിക്ക് എവിടെയെങ്കിലും നിർത്തണം ഈ കളിയാക്കിയുടെ മുമ്പിൽ എന്നറിയാം. നിങ്ങൾക്ക് പിന്നെ ബൈജു മുരുകടേട്ടനോ എന്തോ ഒരു കോട്ടൻ ഉണ്ടല്ലോ. അപ്പം അമ്മച്ചിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം കാണത്തില്ല. എന്തോ മറ്റേതെന്തായും ദിനേശ് ചേണായിയോ രമേശ് ചേണായിയോ, എന്തൊരു കഷ്ടം. എനിക്ക് ആകെയുള്ളത് ജസ്ന സലീം, ആ സലീം മാത്രം. എന്നാ ചെയ്യാനാ കൊച്ചേ? ഇനിയിപ്പോൾ ചോദിക്കുന്ന കാമുകൻ ഉണ്ടാവില്ലേന്ന്. കാമുകൻ്റെ പേരൊന്നും നമുക്ക് ഈ പറഞ്ഞതുപോലെ പേരിൻ്റെ
ബാക്കിയായിട്ട് കൂട്ടാൻ പറ്റൂലല്ലോ. ഏതായാലും താങ്കളുടെ നിൻ്റെ വാക്ക് കേട്ടിട്ട് പ്രിയ ചേച്ചി ഒരു ഓവർ കോൺഫിഡൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പം അപ്പന അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക. അമ്മച്ചിയുടേത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഇനി അമ്മച്ചി എൻ്റേതോടെ അക്സെപ്റ്റ് ചെയ്തിട്ട് അമ്മച്ചി തീരുമാനിച്ചോളൂ എവിടെയാ സ്ഥലം, ആരുടെയൊക്കെ മുമ്പിലാണ്, കടലാസ് വേണോ, പേപ്പർ വേണോ, നിലം വേണോ, അക്രിലിക് ഷീറ്റ് വേണോ, എന്ത് വേണേ അമ്മച്ചിക്ക് തീരുമാനിക്കാം. എത്ര സൈസിൻ്റെ ഫോട്ടോ ആണ് വരയ്ക്കേണ്ടത് അതും അമ്മച്ചിക്ക് തീരുമാനിക്കാം. കുഞ്ഞു ഫോട്ടോ മതി, വലുത് വേണമെങ്കിൽ അത്. അപ്പോൾ അമ്മച്ചി 17 ഒന്ന് സെറ്റാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടോളൂ, ഞാൻ റെഡിയാണ്. അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തതിൻ്റെ FIR കൊണ്ട് വരിക, നമുക്ക് വരയ്ക്കുക. പ്രസ് മീറ്റ് ഞാൻ വിളിച്ച ഓൾമോസ്റ്റ് ഒരുവിധം പ്രസ്സുകാരൊക്കെ ചാനലുകാരൊക്കെ വരും. ഞാനെന്താ സെലിബ്രിറ്റിയോ? ഇപ്പം എന്താ ഞാനെന്താ സെലിബ്രിറ്റിയോ എന്ന് ചോദിക്കാത്തത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിക്കാൻ അത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഏതായാലും അംഗീകരിച്ചു എന്ന് ചലഞ്ച് അംഗീകരിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം പാലക്കൽ അമ്മായിയെ 17 ഡീറ്റെയിൽ ആയിട്ട് വാ. നാളെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. അത്രമേൽ ജസ്ന സലീം റെഡിയാണ്. ബൈ. ഇനി നാളെ എല്ലാ വീഡിയോസിലും ബൈ പറയണേ.